ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ട്രെക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലത്തിന്റെ പേരെന്താ? അജ്ജിഗുണ്ടയ്ക്ക് മറ്റൊരു പേരുണ്ട്, ഗ്രാനി ഹിൽസ്, അമ്മൂമ്മയുടെ മല. അമ്മൂമ്മ മല. അപ്പൊ നമ്മൾ അങ്ങോട്ടാണ് നമ്മൾ ട്രെക്ക് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഇവിടെ എല്ലാം ക്ലോസ്ഡ് ആട്ടോ. ജസ്റ്റിൽ നമ്മൾ ഇന്ന് ട്രെക്കിംഗ് ചെയ്യാൻ പോവാ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് യാത്രയാവാം. പക്ഷെ വഴി അറിഞ്ഞോ കേട്ടോ. നമ്മുടെ ഹോം സ്റ്റേയിലെ എണ്ണം പറഞ്ഞ ചെറുതായിട്ടൊരു വഴിയുടെ ഒരു രൂപരേഖ മാത്രമേ നമ്മുടെ ഉള്ളൂ. നമ്മൾ അത് വെച്ച് എങ്ങനെയും നമുക്ക് അഡ്ജസ്റ്റ് മാടാം അല്ലേ? മടാൻ പറ്റുമായിരിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഫുഡ് കഴിച്ച് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഫുഡ് ആണല്ലോ എനർജി. അപ്പൊ നമുക്ക് ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാം. അപ്പൊ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് ദിസ് ട്രിപ്പാണിന്ന്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ തുടങ്ങുകയാണ്. നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് മാംഗ്ലൂർ ബൺ. ഇതാണ് ബാംഗ്ലൂർ ബൺ. മാംഗ്ലൂറാ? മാംഗ്ലൂർ ബണ്ണാ? അപ്പൊ മാംഗ്ലൂർ ബൺ ഇന്ന് റേറ്റ് വരുന്ന 60 രൂപ കേട്ടോ. പൂരി പോലെ ഇരിക്കും. ഇങ്ങനെ ഫില്ലിംഗ് ഉണ്ട് കണ്ടോ, ഈ മാവ് അതിനകത്തുണ്ട്. കണ്ട ഒരു പൂരി ലുക്ക് ഉണ്ട്, പക്ഷെ പൂരിയല്ല. എങ്ങനെയുണ്ട് മാംഗ്ലൂർ ബൺ? എങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സാധനം കേട്ടോ. മധുരമുണ്ട് അതിന്റെ അകത്ത്. മാവിന് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ശ്രീരാജിന്റെ ഒരെണ്ണം കൂടെ ഉണ്ട്. വിഷ്ണുവും തീർത്തു. സംഭവത്തിന് ഭയങ്കര ഫെമിലിയർ ടേസ്റ്റ് ആണ്. നമ്മുടെ ബോണ്ട ഇല്ലേ, ബോണ്ടയുടെ ഒരു ടേസ്റ്റ്. ബോണ്ട സാമ്പാർ മുക്കി കഴിക്കുന്ന പോലെ. സാമ്പാറിലും ചമ്മന്തിലും മുക്കി ബോണ്ട തിന്നുന്നു. കഴുകി കഴിച്ചു. നമുക്ക് പോണ്ടേ? എവിടെ പോയാലും ലാഗ് ആണല്ലോ. തിന്നാനും ലാഗ്, ഒരുങ്ങി വരാനും ലാഗ്. ഇതുകൊണ്ടാണ് ഞാൻ സോളോ ട്രിപ്പ് പോകുന്നത്. ഇതാകുമ്പം സോളോ ട്രിപ്പ് ആയിരുന്നു ഞാൻ 7 മണിക്ക് പോയത്. ഹോട്ടല് ഇതിന്റെ പേരാണ്, ഇതിന്റെ പേരെന്താണോ? ഇതിന്റെ പേരാണ് ഹോട്ടൽ നേത്രാവതി ബെല്ല പ്യൂർ വെജ്. ഇവിടെ ഒരു കുതിരമുഖ എക്കോസ്റ്റേ ഉണ്ട്. ഇതിന്റെ അടുത്ത് ഒരു സംസേ പള്ളി ഉണ്ട് കേട്ടോ. സംസേ ഈ പള്ളി സെറ്റ് പള്ളിയല്ലേ. ഇങ്ങോട്ടൊരു കൊടിമരമുണ്ട്. ഹോട്ടലാണ് കേട്ടോ, ഹോട്ടൽ ജനപ്രിയ എന്ന് പറഞ്ഞിട്ട്. ഇതൊരു മലയാളീസിന്റെ ഹോട്ടലാണ്. ഹോട്ടൽ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, ഹോട്ടൽ ജനപ്രിയ. അപ്പോൾ ഹോട്ടൽ ഇവിടെ കാണാം. ഇതാണ് ഇവിടുത്തെ സ്കൂൾ, സംസേ സ്കൂൾ ആയിരിക്കും. സ്കൂളിൽ ഇത് ഡിസൈൻ കണ്ടോ? ഒരു ട്രെയിനിന്റെ ഡിസൈനാണ്. സ്കൂളൊന്നും പിള്ളേരൊന്നും പഠിക്കുന്നില്ല. ഫുള്ള് വെള്ളം കയറി പോയി. എല്ലാം വെള്ളമുണ്ട്. ഇന്ന് സ്കൂളൊക്കെ അവധിയാ. എസ്റ്റാബ്ലിഷ് ഇൻ 1939. കൊള്ളാല്ലേ? ഇതൊരു റെയിൽവേ കോച്ചുകളുടെ മാതൃകയിലാണ് ഈ സ്കൂളിന്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, പെയിന്റിംഗ് ചെയ്തിരിക്കുന്നത്. സംസ എക്സ്പ്രസോ? ആ, GHPS സംസ എക്സ്പ്രസ് എഴുതിയിട്ടുണ്ട്. ശരിയാ, സ്ലീപ്പർ കോച്ച് പോലെ. വിഷ്ണുവിന് വഴിയിൽ നിന്ന് ഒരു പട്ടിയെ കിട്ടി. വിഷ്ണുവിന്റെ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുക. കണ്ടാ? ഓ, പട്ടി പിടിച്ചില്ല. വിഷ്ണു ട്രെയിൻ ചെയ്തോണ്ടിരിക്കുക പട്ടിയെ ബിസ്ക്കറ്റ് തിന്നാൻ. ഓ, ഇപ്പം കൊടുക്കുന്ന ഒന്നും പിടിക്കുന്നില്ല. മുമ്പേ കറക്റ്റായിട്ട് പിടിച്ചോണ്ടിരുന്ന പട്ടിക്ക് മനസ്സിലായിരുന്നു വീഡിയോ എടുക്കാൻ. നമ്മുടെ ഇന്നലെ കണ്ട ഉദയണ്ണൻ നമ്മൾ വീണ്ടും കണ്ടു. അവിടെ ഉദയണ്ണൻ തിരിച്ചു പോകാൻ വേണ്ടി അവിടെ നിൽക്കുകയാണേ. പുള്ളി ബസ്സിന് കയറി പോവാ തിരിച്ച്. ട്രക്കെല്ലാം ക്യാൻസൽ ആയതുകൊണ്ട്. നമ്മൾ വരുന്നോ നമ്മൾ ചോദിച്ചു. പുള്ളി പറഞ്ഞില്ല, വൈകിട്ട് 5 മണിക്കല്ലേ ബസ്സിന് ബുക്ക് ചെയ്തുകൊണ്ട് പോവാന്ന് പറഞ്ഞു. അപ്പം നമ്മൾ നടക്കണം അജ്ജഗുഡയിലോട്ട്. ആ മലയുടെ മണ്ടയ്ക്കാണ് നമുക്ക് പോകേണ്ടത്. നമുക്ക് വഴി കണ്ടുപിടിക്കണം. എടാ, ഇത് അണ്ണൻ്റെ ബസ് വന്നു. അണ്ണൻ ഈ ബസ്സിന് കയറി പോവാ. അണ്ണൻ ശിവമോഗയ്ക്ക് പോകാം ഈ ബസ്സിൽ കയറി. അണ്ണൻ ബസ് കയറി പോവാ. അണ്ണൻ ബസ്സിൽ കയറി പോയി. നമുക്ക് ബാക്കി നടക്കാം. ഇത് നമ്മുടെ സുനിലണ്ണൻ പറഞ്ഞ സാധനം നമ്മൾ കിട്ടി. ഇതാണ് സുനിലണ്ണൻ പറഞ്ഞ സ്ഥലം. അപ്പോൾ ഇത് സ്ഥലം കണ്ടു കഴിയുമ്പോൾ ഇവിടുന്ന് വലത്തോട്ട് പോകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ റൂട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഇതുവഴി അങ്ങോട്ട് പോവാണ്, സുനിലണ്ണൻ പറഞ്ഞ വഴി അനുസരിച്ച്. എന്തു പറയാൻ? പറഞ്ഞു. സൂയിസൈഡോ? അത് ഈ പുള്ളിയോ? അതായത് ഇവിടെ സൂയിസൈഡ് ചെയ്ത ആളാണേ. സുനിലണ്ണൻ പറഞ്ഞു ഫേമസ് സൂയിസൈഡ്. ഇപ്പോൾ പുള്ളി എടുത്ത ട്രക്കിംഗ് ഗൈഡായിരുന്നു. എൻ്റെ പുള്ളി വെള്ളം അടിച്ചതിന്റെ പോലീസുകാരനെ അടിക്കാൻ കണ്ടത് പുള്ളിയെ. അപ്പൊ അതിൽ മനം നിന്ന് പുള്ളി ആത്മഹത്യ ചെയ്തു. പോലീസുകാരനെതിരെ പേരെഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു. അങ്ങനെ SI ഇവിടുന്ന് ഇല്ല, സബ് ഇൻസ്പെക്ടർ പേടിച്ചോടി. അതാ, അടിക്കാൻ പറ്റത്തില്ലല്ലോ പോലീസുകാരന്. പക്ഷെ പോലീസുകാരനെ ഇവനെ അടിച്ച് അതിൽ മനം നൊന്നവനെ സൂയിസൈഡ് ചെയ്തു. ഇതാ ഇവിടെ കുറെ പന്നൽ ചെടികളുണ്ട് കണ്ടോ? ആ, പന്നൽ ചെടി അല്ലേ ഇത്? ആ ടൗണിന് മാറി പക്ക കാട്ടിലേക്ക് എത്തി. പക്ഷെ റോഡൊക്കെ ഫുൾ ടാർട്ട റോഡ് തന്നെ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചില ലോക്കൽ കന്നഡിക ടീംസെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ മാത്രമല്ല ഇവിടെ. അതെ, നമ്മൾ ടൂർ പോവാണോ ചോദിച്ചു. ടൂർ മാടി. ആ, പട്ടി നോക്കുക തന്നെ ഞാൻ ചെയ്യുന്നത്.
ഇനി എത്ര ദൂരം പോകണമെന്നില്ല. ടാർ റോഡ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. ഇതേ ഒരു കാർ വരുന്നത്. കാർ വരുന്നുണ്ട്. ഡിക്കി തുറന്നു. ആ ഡിക്കി തുറന്നിരിക്കാണല്ലോ കാറിന്റെ. പട്ടിക്ക് ഇടിക്കില്ല കേട്ടോ. പട്ടി മാറ് പട്ടി. ഡിക്കി അല്ലടാ, ഇത് മണ്ടയ്ക്കത് സാധന. അണ്ണാ അതിന്റെ സ്പോയിലർ പൊങ്ങിയിരിക്കാം അപ്പൊ. ആ സ്പോയിലർ. അപ്പം വിഷ്ണു പറയാ അതിന്റെ ഡിക്കി തുറന്നിരിക്കാണെന്ന്. വിഷ്ണു തെറ്റിദ്ധരിക്കാൻ പറ്റൂ. അജിഗുഡേക്കുള്ള ഗൈഡാ പോകുന്നത് നമ്മുടെ. ഇതാണ് നമ്മുടെ ഗൈഡ്. കണ്ടോ വാലൊക്കെ പൊക്കി പിടിച്ചു പോകുന്നുണ്ടോ? 10,000 കൊല്ലം എന്റെ വാല് ഇങ്ങനെ ഒരു ഓഫ് റോഡ് ഓട്ടോറിക്ഷ വന്നു. വഴി ഇച്ചിരി ഓഫ് റോഡ് പോലെ ആയിട്ടുണ്ട്. പട്ടി നമ്മളെ വിട്ടു പോയെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പട്ടി നമ്മുടെ ബാക്കിലുണ്ട്, നമ്മുടെ പുറകെ വരുന്നുണ്ട്. നമ്മൾ വിചാരിച്ചിട്ടൊന്നും തിന്നാൻ കിട്ടത്തില്ല വെച്ച് പട്ടി പോയെന്ന്. ഇവിടെ ഒരു ചെറിയ സ്ട്രീം ഉണ്ട് കണ്ടോ. ചെറിയ അരുവി. ആ ഫ്രഷ് ബട്ടർ. അത് വന്നോളൂടാ വരുമായിരിക്കും. ആ ഇതെന്താ അതിനിറങ്ങി പോന്നെ? എടാ അട്ട ആണോ? അട്ട. അദ്ദേഹം കുഞ്ഞിക്കൂനെ പോലെ ഇറങ്ങി പോന്നെ അതിനകത്തോട്ട്. കുഞ്ഞിക്കൂനൻ. പോകാം. ഇവിടെ ഒരു ചെറിയ മുളകച്ചുള്ളൊരു വഴി അടച്ചു വെച്ചൊരു ഗേറ്റ് പോലെ കാണുന്നുണ്ട്. പക്ഷേ നമുക്ക് പോകേണ്ട ഈ വഴി തന്നെയാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അവിടെ ആയിട്ടൊരു ടൗൺ ആണുണ്ട്, അതാണ് സംസയ്. ആ കാണുന്ന ചുവന്ന കളർ ബിൽഡിങ്ങിലാണ് നമ്മൾ സ്റ്റേ ചെയ്തതെന്ന് തോന്നുന്നു. അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങനെ നടന്ന് ഇതുവഴി കയറി വന്നത്. ഇപ്പോൾ ആളുകളൊന്നും കാണില്ല. ആളുകളും വണ്ടിയും ഒന്നും ഇല്ല തോന്നുന്നു, അറിയില്ല. പോയി നോക്കാം. വിഷു ഫ്രണ്ടി പോകുന്നുണ്ട്. പോകുന്നില്ലേ? പോകുന്നുണ്ട്. വേറെ തോന്നുന്നു. ഇത് മേലെയാണ് പോകേണ്ടതെന്ന് തോന്നുന്നു. അതെ, ആ ഏരിയയിലൂടെ ലുക്സോ. ഇതൊക്കെ കാപ്പിത്തോട്ടം. ഇവിടെ എല്ലാം ഉള്ളത് കാപ്പിയാ. ഇതൊരു പശു വരുന്നു ഇതിവിടെ കയറി. ഇത് ചാടി പോന്നു എന്റെ മോനെ. അതെ, കാട്ടുപശു. കാട്ടിനകത്തോട് ഓടുക. ഇതെല്ലാം കാപ്പിയാ. കാട്ടിലോടി മറഞ്ഞു പശു. വെള്ളച്ചാട്ടോ? വെള്ളച്ചാട്ടത്തിന്റെ ഒച്ചയല്ലേ കേൾക്കുന്നേ? ഓ സോറി, വിഷ്ണു നിന്ന് മുള്ളുന്നുണ്ടോ? ഇതിന്റെ ഒച്ചയായിരുന്നു. അതാണ് പീക്കെന്ന് തോന്നുന്നു ആ കാണുന്ന സ്ഥലം. അതാണ് ഇവിടെ നോക്കുമ്പോൾ ഏറ്റവും മണ്ടക്കായിട്ട് കാണുന്നത്. ഇതാണ് വഴി. ദൂരെ അങ്ങോട്ട് ചെന്നിട്ട് മേലോട്ട് കയറാൻ വഴി ഉണ്ടായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നു. സുനിലണ്ണം പറഞ്ഞ പ്രകാരമാണെങ്കിൽ പുള്ളി പറഞ്ഞത് ഒരു റോഡിന്റെ അവിടെ ഒരു ഗേറ്റ് കാണും. ആ ഒരു ഗേറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലേ? റൈറ്റ് സൈഡ് ഒരു ഗേറ്റ് ആണ്, അതിന്റെ ഓപ്പോസിറ്റ് ഒരു കയറ്റം കാണും, അത് കയറണമെന്ന് പറഞ്ഞു. ഇതാണ് വഴി തോന്നുന്നു. ശരിയാണെങ്കിൽ ഇത് തന്നെയാണ് വഴി. ഏകദേശം നമുക്ക് അവിടെയാണ് ചെല്ലേണ്ടത്. അപ്പൊ അത് വെച്ചിട്ട് ഇതായിരിക്കണം വഴി. ഇത് മേലോട്ടുള്ള വഴിയാന്ന് തോന്നുന്നു. നിങ്ങൾ പറയാനോ? നമുക്ക് ഇതുവഴി പോവാം. ബാ അജി. നമ്മളെ പേരിട്ട് അജിന്ന് പേരിട്ടു. എടാ ഗേറ്റ് ഇങ്ങനെ ഉള്ള എവിടെ ഗേറ്റ് അല്ലാതെ ഏതെങ്കിലും ഗേറ്റ് കണ്ടോ? പക്ഷെ അതിന് ഓപ്പോസിറ്റ് വഴിയില്ലായിരുന്നല്ലോ. നീ ഇരുന്നണം. അതിന് ഓപ്പോസിറ്റ് വഴിയില്ലല്ലോ. ഇതല്ലേ ഓപ്പോസിറ്റ് വഴി. അത് കഴിഞ്ഞിട്ട് ഇരുമ്പ് കയറ്റ്. ബാ, അത് അജി അവിടെ നിന്ന് മുള്ളുക. ഇങ്ങോട്ട് വാ. ഇതേ വരുന്നുണ്ട്. നമ്മുടെ പുറകെ വരുന്നുണ്ട്. അങ്ങോട്ടാണ് പോകേണ്ടതെന്ന് തോന്നുന്നു. ഇങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട്, അങ്ങോട്ടും ഒരു വഴി കാണുന്നുണ്ട്. അങ്ങോട്ടല്ലേ മേലോട്ട്? അപ്പം അങ്ങോട്ട് പോവാം. ഇങ്ങോട്ടാകാനും സാധ്യതയുണ്ട്. കറങ്ങി പോകുന്നതായിരിക്കും അല്ലേ? ഇങ്ങോട്ട് പോവാം. എന്നാ ഇത് ഒഴിവാ. പിന്നെ എവിടുന്ന് കാണാനാ? ഇതാണോടാ? ഒരു കാട് പിടിച്ച വഴിയായിട്ടുണ്ട് കേട്ടോ.
ഇനിയിപ്പോൾ അട്ട ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ആ ഓ ഇത് കുറച്ചധികം ഡെൻസാണ് കേട്ടോ.